ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊരു വെറൈറ്റി ഫുഡാണ്. ബീഫും കൊള്ളിയും പിന്നെ കുറച്ച് ഗ്രീൻ പീസും. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇക്കു പറഞ്ഞു ഇന്നൊന്ന് പുറത്ത് പോകണമെന്ന്. അപ്പോൾ റെഡി ആവാനായിട്ട് കുറച്ച് മടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ പുറത്ത് പോകണമെന്നുണ്ട് പോകണ്ടെന്നുണ്ട്, അങ്ങനെ രണ്ട് മൈൻഡായിട്ടാട്ടോ ഞാൻ ഇരിക്കുന്നത്. പിന്നെ അത് എൻ്റെ കണ്ണിലൊരു കുരു വരുന്നുണ്ട് കേട്ടോ. അത് ഈ ഒരു ഭാഗത്ത് അവിടെ ചെറിയൊരു വേദനയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഓക്കെ റെഡി ആവാമെന്ന് പറഞ്ഞിട്ട് ഇശലുവിന് ആദ്യം ഒന്ന് റെഡി ആക്കുകയാണ് കേട്ടോ. ഇശലുവിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളൊരു ഡ്രസ്സും അതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ള ആക്സസറീസൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ആ ഒരു കുഞ്ഞു തലയിൽ ഒരു കൊമ്പൊക്കെ കെട്ടിക്കൊടുത്തു. പിന്നെ അതെ എൻ്റെ ഇശലൂട്ടനും ഒരു കേളി ഹെയേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മൊട്ടടിച്ച് കഴിഞ്ഞാൽ മാറി വരുന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് വഴിയെ കണ്ടറിയാം. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ഹെഡ് ബാൻഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ വെച്ച് കൊടുത്തു. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഷൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുമായിരുന്നു. അതായിരുന്നു കുറച്ച് ടാസ്ക്. ആദ്യമൊക്കെ എനിക്ക് കാണിച്ചു തന്നു. പിന്നെ അത് ഒരെണ്ണം ഇട്ട് കൊടുക്കുക, അവൾ ഊരിക്കളയുക, വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുക, അവൾ ഊരിക്കളയുക. ഇത് തന്നെയായിരുന്നു പരിപാടി. പക്ഷേ അലമ്പൊന്നും ഉണ്ടാക്കാണ്ട് എനിക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, ഷൂ ഒക്കെ ഇട്ട് തരാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ എൻ്റെ ഹെയർ അവളെ മേത്ത് തട്ടിയപ്പോൾ അതങ്ങ് വലിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ ജീവൻ പോയിട്ടാ. ഓരോ പ്രാവശ്യം വലിച്ചെടുക്കുമ്പോൾ ഇഷ്ടംപോലെ മുടി അവൾ പറിച്ചെടുക്കാറുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഞാനിതേ സെറ്റാക്കി എടുത്ത് എൻ്റെ ഇശലുവിനെ. ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ റെഡിയായി വന്ന് കുഞ്ഞിശലുവിനെ ഞാൻ ഇക്കുൻ്റെ അടുത്താക്കി കൊടുത്തപ്പോഴേ രണ്ടുപേരും കൈയൊക്കെ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിശലുവിനെ കാണാനായിട്ട്. ഇക്കുൻ്റെ ഫ്രണ്ടായിട്ടുള്ള നിഖിൽ ചേട്ടൻ്റെ ഫാമിലിയാണ് കേട്ടോ കുഞ്ഞിശലുവിനെ ഈ ഒരു കംപ്ലീറ്റ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഇത് നല്ല രസമുണ്ട് ഉണ്ണീനെ കാണാൻ ഈ ഒരു ഡ്രസ്സിൽ. അവൾക്കും ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇതേ കണ്ടോ കുഞ്ഞിശലു ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.